ഡെയിലി കറണ്ട് അഫയേഴ്സ്. കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി ബ്രഹ്മപുരത്ത് സ്ഥാപിക്കാൻ പോകുന്ന 500 മെഗാവാട്ട് സംഭരണശേഷിയുള്ള ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം അറിയപ്പെടുന്നത് ബേസിൻ. നിലവിലുള്ള UTS ആപ്പിന് പകരമായി ട്രെയിൻ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നതിനായി റെയിൽവേ പുതുതായി പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ റെയിൽ വൺ. പരീക്ഷാകാലത്ത് കുട്ടികളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനായി കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതികൾ ചിരി ഹോപ്പ്. കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ IT ഭേദഗതി ചട്ടപ്രകാരം അധികൃതർ ആവശ്യപ്പെട്ടാൽ എത്ര മണിക്കൂറിനുള്ളിൽ വ്യാജ AI ഉള്ളടക്കങ്ങൾ നീക്കം ചെയ്യണം? 3 മണിക്കൂർ. ഈ വർഷത്തെ 2026 കേരള കാളിദാസ കേരളവർമ്മ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് KS രതീഷ്. സംസ്ഥാന യുവജന കമ്മീഷന്റെ യൂത്ത് ഐക്കൺ അവാർഡിന് കലാ സാംസ്കാരിക മേഖലയിൽ അർഹയായത് കല്യാണി പ്രിയദർശൻ. മുൻ കരസേനാ മേധാവി ജനറൽ മനോജ് മുകുന്ദ് നരവണയുടെ വിവാദമായ ആത്മകഥ 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി. അടുത്തിടെ ഏത് രാജ്യത്തു നിന്നുള്ള ഇറക്കുമതി തീരുവയാണ് അമേരിക്ക 19% കുറയ്ക്കാൻ തീരുമാനിച്ചത്? ബംഗ്ലാദേശ്. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ലോക്സഭാ സ്പീക്കർക്കെതിരെ അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകപ്പെട്ട 4ാമത്തെ സ്പീക്കർ ഓം ബിർള.